പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നതും ഇറക്കുന്നതും സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ടാണ്. ആശുപത്രിയിൽ ലിഫ്റ്റ് സംവിധാനമില്ലാത്തതാണ് ദുരിതത്തിന് കാരണം. കാലൊടിഞ്ഞ രോഗിയെ സ്ട്രെച്ചറിൽ ചുമന്ന് താഴേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താഴെ വീഴുമെന്ന് പേടിച്ചാണ് സ്ട്രെച്ചറിൽ കിടക്കുന്നത് എന്ന് രോഗി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരുൺ ശങ്കർ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കൂടി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ മുകളിലത്തെ വാർഡിൽ നിന്ന് താഴേക്ക് ഒരു രോഗിയെ സ്ട്രക്ചറിൽ ഇറക്കിക്കൊണ്ടു വന്നതിൻ്റെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ ദൃശ്യത്തിൽ കണ്ട അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ കിടന്നിരുന്ന രോഗിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത് പെരുമ്പാവൂർ വെങ്ങോല സ്വദേശി സുനിൽകുമാറാണ്. സുനിൽകുമാറിൻ്റെ 2 കാലുകളും ഒടിഞ്ഞിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി ബംഗാളിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് ഈ 2 കാലുകളും ഒടിഞ്ഞത്. ഇപ്പോൾ സുനിൽകുമാർ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷന് ശേഷം തുടർ ചികിത്സയ്ക്കാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. 2 കാലുകൾ ഒടിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം താങ്കളെ വാർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയായിരുന്നു? സ്ട്രെച്ചറിൽ നമ്മൾ കയറ്റി കിടത്തി. അവർ 4 പേര്, അപ്പുറം 2 പേര്, 2 നേഴ്സുമാരൊക്കെ കൂടി മുകളിലേക്ക് സ്റ്റെയർ കേസ് വഴി മുകളിൽ കയറ്റി ബെഡേ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ കാരണം ഇങ്ങനെ എനിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചൊറിയാനൊന്നും പറ്റാതെ ഞാൻ പറഞ്ഞു എനിക്ക് റൂം വേണം. അപ്പോൾ റൂമിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പിറ്റേ ദിവസം 5-6-7 പേര് കൂടി സ്ട്രെച്ചറിൽ സ്റ്റെയർ കേസ് വഴി ഇറക്കി ഇവിടെ കൊണ്ടു പാടി. അങ്ങനെ ഇറക്കുമ്പോഴുള്ള വീഡിയോ ആണല്ലേ പുറത്തു വന്നത്? അതന്നെ. ഒരാൾ വീഡിയോ പിടിക്കണ്ടായിരുന്നു മേളിൽ. ആരാന്നറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് താങ്കൾക്ക് അതിനകത്ത് കിടന്നപ്പം എന്താ പ്രയാസം തോന്നി? ചെറിയ വേദന. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ടി കയറ്റി നേരെ താഴത്തേക്ക് നമുക്ക് താഴെ നിൽക്കണ ആളിങ്ങനെ താന്ന് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വീണ് പോയിട്ടുള്ളൊരു ആദ്യം വേദന ശകലം ഉണ്ടാവും. അതിപ്പോ സർജറി എന്താണ് വേദന ഉണ്ടല്ലോ. ആൾക്കാരൊക്കെ സഹായിക്കാൻ അതെ അതെ. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഉണ്ടായി, നേഴ്സ് ഉണ്ടായി, 2-3 നേഴ്സ് ഉണ്ടായി, സെക്യൂരിറ്റി ഉണ്ടായി. അങ്ങോട്ട് കയറ്റിയത് ഇതുപോലായിരുന്നു? കയറ്റിയത് അതുപോലെ തന്നെ. രാത്രി 9:00-ക്കാണ് ഇവിടെ വന്നത്. അതിന് പേപ്പർ സാധനങ്ങൾ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മേളിലേക്ക് അവർ ഇതുപോലെ തന്നെ നമ്മൾ മേളിൽ കയറ്റി സ്റ്റെയർ കേസ് വഴി കയറ്റുമ്പോൾ ഇച്ചിരി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാല് നടക്കാൻ പറ്റില്ലല്ലോ. ഈ കാലിൽ പ്ലേറ്റ് ഇട്ടാണ്, ആ കാലിൽ സ്ക്രൂ കമ്പി 2 ലെയർ കമ്പി ഇട്ടുണ്ട്. ഈ സൈഡ് പ്ലേറ്റ് ഇട്ടാണ്, നടക്കാൻ പറ്റില്ല. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പേടിക്കണ്ട. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ കയറി പോവാം. ഇത് രോഗികൾക്ക് മാത്രമല്ല ഇവിടെ ഉള്ള ജീവനക്കാർക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുനിൽകുമാറിനെ സ്ട്രെച്ചറിൽ എടുത്ത് താഴേക്ക് ഇറക്കുന്ന ദൃശ്യം പുറത്തു വന്നത്. ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണെന്നുള്ളതാണ് ഇവിടെ വന്ന് ആശുപത്രി അധികൃതരുമായിട്ടും അതോടൊപ്പം തന്നെ രോഗികളുമായിട്ടും സംസാരിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത്. മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ, ആശുപത്രികൾ, സേവനം ഒക്കെയുള്ള കേരളത്തിൽ ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടതാണ്. വകുപ്പാണെങ്കിലും അതുപോലെ തന്നെ ഭരണ സംവിധാനമാണെങ്കിലും ഈ കാര്യത്തിൽ ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇതുപോലെ മറ്റു പല ഇപ്പം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിൽ ലിഫ്റ്റ് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ഈ ലിഫ്റ്റ് പ്രശ്നത്തിൽ ഉടൻ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പറയുന്നത്. 1-ാം നിലയിലെ വാർഡ് ഏപ്രിൽ 10-ാം തീയതിയോടെ താഴത്തെ നിലയിലേക്ക് മാറ്റും. ശാശ്വത പരിഹാരം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കലാണെന്നും ചെയർമാൻ പറഞ്ഞു. ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ നഗരസഭയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഒക്കെ അനുവദിച്ച ഫണ്ടുകൾ വെച്ചിട്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ അത് വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം ഏപ്രിൽ 10-ാം തീയതിയോടുകൂടി പുതിയ നവീകരിച്ച ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അത് താൽക്കാലികമാണ്. ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. മുൻവശത്ത് OP ബ്ലോക്കിൻ്റെയും നിലവിൽ പണ്ടുണ്ടായിരുന്ന കാഷ്വാലിറ്റിയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു കാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഇവിടെ OPയും എല്ലാം ഇപ്പുറത്തേക്ക് മാറ്റിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചായി. പണി പൂർത്തീകരിച്ച് ഏകദേശം 10-ാം തീയതിയോടുകൂടി നമ്മൾ തുറന്നു കൊടുക്കും.